നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് നമ്മുടെ വാട്സപ്പിനകത്ത് പുതിയൊരു ഫീച്ചർ എത്തിയിട്ടുണ്ട്. നമുക്കൊക്കെ വളരെ ബുദ്ധിമുട്ടുള്ള ഫീച്ചറാണ്. പലപ്പോഴും നമ്മൾ പരസ്യങ്ങൾ നമ്മുടെ ഫോണിനകത്തേക്ക് വരുന്നതിൻ്റെ പ്രധാന കാരണം ഇപ്പോൾ വാട്സപ്പുമായിട്ടുണ്ട്. നേരത്തെ നമ്മൾ പല ആപ്പുകളെക്കുറിച്ച് പറയാറുണ്ട്, നമുക്ക് വരുന്ന പരസ്യങ്ങൾ എങ്ങനെ സ്റ്റോപ്പ് ചെയ്യാമെന്നതിനെക്കുറിച്ച്. എന്നാൽ വാട്സപ്പിൻ്റെ പുതിയൊരു അപ്ഡേറ്റിൽ നമുക്ക് പരസ്യങ്ങൾ തരുന്നുണ്ട്. അതേതാണ് സെറ്റിങ്സ് എന്നും വീഡിയോ മുഴുവനായിട്ട് കാണുക. നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. സാധാരണ വാട്സപ്പിലൂടെ നമുക്ക് പരസ്യങ്ങൾ വരാറില്ല, എന്നാൽ ഇനി മുതൽ വാട്സപ്പിൽ പരസ്യം വരും. മാത്രമല്ല വാട്സപ്പിലൂടെ നമുക്ക് ഫേസ്ബുക്കിൻ്റെയും ഇൻസ്റ്റാഗ്രാമിൻ്റെയും പരസ്യങ്ങൾ ആവശ്യമില്ലാത്ത നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ സാധിക്കുകയും ചെയ്യും. അതെങ്ങനെയെന്ന് ഞാൻ കാണിച്ചുതരാം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ആദ്യം വാട്സപ്പ് ഓപ്പൺ ചെയ്യുകയാണ്. വാട്സപ്പ് ഓപ്പൺ ചെയ്ത് ഏറ്റവും മുകളിൽ കാണുന്ന ഈ 3 ഡോട്ടിനകത്തൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ സെറ്റിങ്സ് ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും, അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ ഏറ്റവും മുകളിൽ അക്കൗണ്ട് എന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കും, അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഏറ്റവും അവസാനത്തിൽ നിന്ന് മൂന്നാമത്തെ ഓപ്ഷൻ ഇവിടെ കാണാം, ആഡ് പ്രിഫറൻസ് ഫോർ സ്റ്റാറ്റസ് ആൻഡ് ചാനൽസ് എന്നുള്ള ഒരു ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും. ഇത് വാട്സപ്പിനകത്ത് വന്ന പുതിയൊരു ഫീച്ചറാണ്. ഇതിനകത്ത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ കാണിക്കും. ഇവിടെ റീസെൻറ്റ് ആഡ് ആക്ടിവിറ്റി എന്നും അഡ്വർടൈസേഴ്സ് യു ഹാവ് സീൻ എന്നുള്ള ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. നമ്മൾ ഒന്നാമത്തിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇപ്പോൾ നിലവിൽ ഇവിടെ പരസ്യങ്ങളൊന്നുമില്ല എന്നാണ് കാണിക്കുന്നത്. രണ്ടാമത്തെ അഡ്വർടൈസ് യു ഹാവ് സീൻ, നമ്മൾ കണ്ടു കഴിഞ്ഞ പരസ്യങ്ങൾ ഏതൊക്കെയാണെന്ന് കാണാൻ സാധിക്കും. അതിനകത്ത് ക്ലിക്ക് ചെയ്താൽ ഇവിടെ കാണാൻ ഇവിടെ 2 പരസ്യം ഞാൻ കണ്ടു കഴിഞ്ഞിട്ടുണ്ട്. ഒന്നാമത്തെ സിൽവർ സെഞ്ച്വറി ട്രാവൽ ആൻഡ് ടൂറിസം എന്നുള്ള ട്രാവൽ ടൂറിസത്തിൻ്റെ ഒരു പരസ്യവും, അതുപോലെ തന്നെ ചോക്ലേറ്റ് വേൾഡ് സൗദി അറേബ്യ എന്നുള്ള രണ്ടാമത്തെ പരസ്യവും ഞാൻ കണ്ടു കഴിഞ്ഞിട്ടുണ്ട്. ഇത് നമ്മുടെ സ്റ്റാറ്റസുകൾ കാണുന്നതിനിടയ്ക്ക് ചിലപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആഡ്സ് എന്ന്. ഞാനിവിടെ ഇപ്പോൾ കാണിച്ചുതരാം. ഇവിടെ ഏതെങ്കിലും പരസ്യങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ഞാനത് കാണിച്ചുതരാം. ഇവിടെ കാണാൻ സാധിക്കും ഇവിടെ ഒരു ടൂറിസ്റ്റ് ട്രാവൽസിൻ്റെ പരസ്യം വന്നത്, റോയൽ അൽ അൽഹാം ടൂറിസം എന്നുള്ള ഒരു ടൂറിസം. ഇത് പരസ്യമാണ്. ഇതെങ്ങനെയാണ് പരസ്യം എന്ന് അറിയാൻ വെച്ചാൽ ഏറ്റവും മുകളിൽ ആഡ് എന്ന് ഇവിടെ കാണാൻ സാധിക്കും. ഈ ആഡ് എന്ന് കാണുന്നതാണ് വാട്സപ്പിൻ്റെ സ്റ്റാറ്റസിനകത്തുള്ള പരസ്യം. വാട്സപ്പിനകത്ത് ഈ 2 പരസ്യങ്ങളാണ് എൻ്റെ വാട്സപ്പിനകത്ത് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ വാട്സപ്പിനകത്ത് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ചില വാട്സപ്പുകൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഫേസ്ബുക്കിൻ്റെയും ഇൻസ്റ്റാഗ്രാമിൻ്റെയും അകത്തേക്കാണ് പോവുക. ഫേസ്ബുക്കിൻ്റെയും ഇൻസ്റ്റാഗ്രാമിൻ്റെയും അകത്ത് നമുക്ക് പരസ്യങ്ങൾ കൺട്രോൾ ചെയ്യാനുള്ള സൗകര്യമാണ് വന്നിരിക്കുന്നത്. അത് വാട്സപ്പിനകത്ത് നേരത്തെ കണ്ട ആ ഫീച്ചർ എത്തിയിട്ടില്ല. ചില വാട്സപ്പിൽ ഇതിപ്പോൾ എങ്ങനെയാണ് കാണുന്നത്. വരുന്ന അപ്ഡേറ്റുകളിലൊക്കെ ഇത് വാട്സപ്പിൻ്റെ പരസ്യമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ ആദ്യമായി ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് നേരെ ഇത് മെറ്റയിലേക്കാണ് പോവുക. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് ഇത്തരത്തിൽ ഈ ഒരു ഭാഗത്തേക്ക് എത്തുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലെയാണ് കാണാൻ സാധിക്കുക. ഇതുപോലൊരു കസ്റ്റമൈസ് ആഡ്സ് എന്നും മാനേജ് ഇൻഫോ എന്നുള്ള 2 ഓപ്ഷൻ ഉണ്ട്. ഒന്നാമത്തെ കസ്റ്റമൈസ് ആഡ്സ് എന്നുള്ള ഓപ്ഷനാണ്. ഇവിടെ നമുക്ക് നമ്മുടെ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും വരുന്ന പരസ്യങ്ങൾ നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും, കസ്റ്റമൈസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇവിടെ ഒരു പരസ്യം കാണാൻ സാധിക്കും. ഈ പരസ്യം നിങ്ങൾക്ക് വേണ്ട എന്നാണെങ്കിൽ ഇപ്പോൾ ഞാനിവിടെ സി ഓൾ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, ഇതിനകത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ വാട്സപ്പിൻ്റെയും നമുക്ക് ഇൻസ്റ്റാഗ്രാമിലും അതുപോലെ തന്നെ ഫേസ്ബുക്കിലൊക്കെ പരസ്യങ്ങൾ വരാറുണ്ട്. ഈ ഒരു പരസ്യം നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടാവും, അദിൽ ഖാദിരി എന്നുള്ളൊരു പരസ്യം ഇവിടെ ഫേസ്ബുക്കിൽ 2 ആഴ്ചയായിട്ട് ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഓൾ അക്കൗണ്ട് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളൊക്കെ കാണും. ഇതിനകത്ത് നിങ്ങളുടെ വാട്സപ്പ് ഇവിടെ കാണാൻ സാധിക്കും. ഈ വാട്സപ്പിനകത്ത് ഏതിലാണോ നിങ്ങൾക്ക് ഈ പരസ്യങ്ങൾ കാണേണ്ടതെങ്കിൽ അത് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം, ഒഴിവാക്കേണ്ടത് ഒഴിവാക്കി കൊടുക്കാം. അപ്പോൾ ജസ്റ്റ് നമുക്ക് ഫേസ്ബുക്കിൽ വേണമെങ്കിൽ ജസ്റ്റ് ഫേസ്ബുക്ക് മാത്രം സെലക്ട് ചെയ്ത് ഒഴിവാക്കിയാൽ വാട്സപ്പിൽ അത്തരം പരസ്യങ്ങളൊന്നും നമുക്ക് കാണാൻ സാധിക്കില്ല. അതുപോലെ തന്നെ അങ്ങനെ കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഓരോ വാട്സപ്പിൻ്റെ അപ്ഡേറ്റിലും വ്യത്യസ്തമായിട്ടാണ് കാണുന്നത്. ചില വാട്സപ്പിനകത്ത് നമ്മൾ ഓപ്പൺ ചെയ്യുമ്പം ഫേസ്ബുക്കിലേക്കും ഇൻസ്റ്റാഗ്രാമിലേക്കുള്ള പരസ്യങ്ങൾ സ്റ്റോപ്പ് ചെയ്യാനുള്ള അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യാനുള്ള സൗകര്യമാണ് വാട്സപ്പിൽ കാണുന്നത്. ചില വാട്സപ്പിനകത്ത് ക്ലിക്ക് ചെയ്യുമ്പം അത് വാട്സപ്പിനകത്ത് വരുന്ന പരസ്യമാണ് കാണുന്നത്. ഞാനിപ്പോൾ 2 വാട്സപ്പ് ക്ലിക്ക് ചെയ്ത് കാണിച്ചു തന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.